ഹായ് ഹലോ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയായി. ഇവിടെ വൈകുന്നേരം ചായ ഇടുന്നൊരു പതിവുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ എങ്ങിട്ട്. അപ്പോഴാണ് ഏട്ടൻ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ വന്നപ്പം മഫ്താൻ മേടിച്ചുകൊണ്ട് വന്നു. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മഫ്താൻ. അപ്പോൾ അങ്ങനെ ഞാൻ ചായയുടെ കൂടെ എന്നാൽ അത് മുറിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് അതും മുറിച്ച് ചായയായിട്ട് കൊടുത്തു. പക്ഷേ ഈ പ്രാവശ്യം അത് കൊണ്ടുവന്ന് അത്ര കൊള്ളത്തില്ലായിരുന്നു. കാരണം അതിനകത്ത് ഈ ഏത്തപ്പഴവും അതൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മൊത്തം കഴിച്ചതുമില്ല. അപ്പോൾ എല്ലാവർക്കും ചായയും കഴിക്കാനുള്ളതും എല്ലാം കൊടുത്തു. അപ്പോൾ ഇനി കുറച്ച് ജോലി കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. ഇന്നലെ കുറച്ച് മാറ്റി വെച്ച കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ഒതുക്കി വെക്കാമെന്ന് വെച്ചാൽ അതിന് നിന്ന് ചീത്തയായി പോകും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ കാമനാട് പോയിട്ട് വന്നപ്പം കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ കുറച്ച് ലേറ്റായി, ഒരു 8:30 ആയിരുന്നു. അന്നേരം പിന്നെ ഇത് ഒതുക്കി വെക്കാനൊരു സമയമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കവറോടുകൂടി തന്നെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച്. കാരണം വെളിയിരുന്ന് ചീത്തയാവണ്ടല്ലോ എന്ന് വിചാരിച്ച്. സമയം ഒത്തിരി ആയില്ലേ, അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ആ ഫുഡ് കൊടുക്കാനൊക്കെ ഉള്ള സമയമായി. പിന്നെ ഇതും കൂടെ ഒതുക്കി നിന്ന ഒരുപാട് സമയം അങ്ങ് പോകും. അതുകൊണ്ട് അതുപോലെ എടുത്തങ്ങ് വെച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ മോൾക്ക് സ്കൂളൊക്കെ തുറന്ന് ഏട്ടന് ജോലിക്കും പോകണം. അപ്പോൾ എല്ലാ ദിവസവും എന്തായാലും പൊതി കെട്ടണം. അപ്പോൾ പച്ചക്കറി എന്തായാലും വേണം. അപ്പോൾ വാങ്ങുമ്പോൾ ഇച്ചിരി കൂടുതൽ വാങ്ങി അങ്ങ് വെക്കും. തോരനും ഒക്കെ ഉള്ളത്. വെട്ടുമലക്കറി അങ്ങനെ വാങ്ങാറില്ല. നമ്മളിതേ കണക്ക് സെപ്പറേറ്റ് ഓരോന്ന് വാങ്ങിയിട്ട് ആവശ്യത്തിന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം കുറച്ചധികം പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ട്. തക്കാളിയും കിഴങ്ങും പച്ചമുളകൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടതല്ലേ. അപ്പോൾ അതെല്ലാം കുറച്ച് കൂടുതൽ വാങ്ങി ടിന്നിനകത്താക്കി വെള്ളമയമില്ലാതെ ടിന്നിനകത്താക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും. ഈർപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. ഇപ്പോൾ നല്ലോണം ഞാൻ തുടച്ച് ക്ലീനാക്കിയിട്ട് ഒരു ടിന്നിനകത്തൊക്കെ അടച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചേക്കും. തോരൻ വെക്കാനുള്ള സാധനങ്ങളാണ് കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. പയർ, ബീൻസ്, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ളത്. പിന്നെ കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇതൊക്കെയാണല്ലോ നമുക്ക് കൂടുതലായിട്ടും വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചധികം വാങ്ങി അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറിക്കടയിൽ ചെന്നപ്പോൾ അവിടെ മധുരക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് വാങ്ങി. കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണത്. അപ്പോൾ വൈകുന്നേരമൊക്കെ നമുക്ക് പുഴുങ്ങി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറേ നാളായി മധുരക്കിഴങ്ങ് വാങ്ങിയിട്ട്. അതിൽ കാർത്തികയ്ക്കോ അന്ന് എന്തോ വാങ്ങിയതാണ്. പിന്നെ ഇതൊരിക്കലും വാങ്ങിയിട്ടില്ല ഇവിടെ. അപ്പം അത് കുറച്ച് വാങ്ങിയിട്ട് അതെന്നാൽ വൈകുന്നേരം സന്ധ്യയാകുമ്പം അത് പുഴുങ്ങാമെന്ന് വിചാരിച്ച് അതെടുത്ത് ഞാനതെല്ലാം ക്ലീൻ ചെയ്ത്. ചിലവരിത് കഴുകി വൃത്തിയാക്കിയിട്ട് ആ തൊലിയോട് കൂടി തന്നെ അങ്ങ് പുഴുങ്ങിയിട്ട് വെന്ത് കഴിയുമ്പോൾ തൊലി ഇളക്കി കഴിക്കുന്നു. പക്ഷേ ഇവിടെ ഞാനിപ്പം തൊലി അങ്ങ് അതിൻ്റെ അതെല്ലാം അങ്ങ് വൃത്തിയാക്കി അങ്ങ് ചിരണ്ടി കളഞ്ഞ് മണ്ണും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അത് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകണം. കാരണം നല്ല മണ്ണ് കൂടുതലാണ് ഇതിനകത്ത്. അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി അതങ്ങ് വേവിക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ച്. മധുരക്കിഴങ്ങും ചീനിയും കാച്ചിലൊക്കെ ഇവിടെ പുഴുങ്ങി കഴിഞ്ഞാൽ അത് വെറുതെ കഴിക്കത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. അപ്പം നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ചമ്മന്തി അരയ്ക്കുമല്ലോ. അപ്പോൾ ഇത് പുഴുങ്ങാൻ വെച്ചപ്പോഴേ മോള് പറഞ്ഞു, അമ്മ ചമ്മന്തി അരച്ചേക്കണേന്ന് പറഞ്ഞു. ചമ്മന്തിക്ക് വേണ്ടി കുറച്ചധികം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേരില്ലേ, അപ്പോൾ എല്ലാവർക്കും ചമ്മന്തി വേണം. അപ്പം ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് അതിലേക്ക് 2-3 പച്ചമുളക്, പിന്നെ പുളി, നമ്മുടെ പിഴിപുളി, ഉപ്പ് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കി വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പക്കിഴങ്ങ് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതെല്ലാവർക്കും കൊടുത്ത്. തണുത്ത് കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.